ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാ ഫെസ്റ്റിവലിനും എത്ര വെറൈറ്റി പായസം ഉണ്ടെങ്കിലും പണികൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ സേമിയ പായസമാണ് റെഡിയാക്കാറ്. സേമിയ പായസത്തിൽ ഒന്നെങ്കിൽ കാരമൽ ചേർക്കും, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ റെഡിയാക്കാറുണ്ട്. ആ രണ്ട് ഇൻഗ്രീഡിയൻസും ഒഴിവാക്കിയിട്ട് ഇന്ന് നമ്മൾ ചേർക്കണ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് സേമിയ പായസം റെഡിയാക്കി നോക്കൂട്ടാ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സേമിയ പായസം. 10 കാഷ്യൂ എടുത്ത് ഒന്നാം പാലിൽ കുതിർത്തി വെച്ചേക്കണതാണ്. ഇത് അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കുമ്പോൾ ഈ പാല് ചേർക്കൂട്ട. ഫൈനായിട്ട് അരച്ചെടുത്ത കാഷ്യൂലിക്ക് ഒരു നേന്ത്രപ്പഴം എടുത്ത് അതിൻ്റെ പകുതി വേവിച്ച് വെച്ചേക്കണതാണ്. ഇത് കാഷ്യൂലിക്ക് ചേർത്തിട്ട് ഫൈനാവണ്ട, ഒന്ന് അരച്ചെടുത്താൽ മതി. പഴം അരച്ചെടുത്തിട്ടുണ്ട്, ഫൈനായിട്ടല്ലാട്ട കുറേശ്ശെ കഷ്ണങ്ങളുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് കാഷ്യൂ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് മുന്തിരി ചേർക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ. മുന്തിരിയും കാഷ്യൂ റോസ്റ്റായി ഇത് പാനിൽ നിന്ന് മാറ്റാം. പിന്നെ നെയ്യൊന്നും ചേർക്കണില്ല. അതേ നെയ്യിലേക്ക് 1/4 കപ്പ് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി റോസ്റ്റഡ് ആണ്, എന്നാലും നമുക്ക് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ റോസ്റ്റായി ഇത് പാനിൽ നിന്ന് മാറ്റാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ച കാഷ്യൂവിൻ്റെ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർക്കണത് റെക്കോർഡായില്ല കേട്ടോ. നെയ്യിൽ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പഴം കാഷ്യൂ നല്ലോണം റോസ്റ്റ് ആയിട്ട് റോസ്റ്റ് ആയി എന്നറിയാനായിട്ട് ഇങ്ങനെ നെയ്യ് പിരിഞ്ഞ് വരും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പഴം കാഷ്യൂ തന്നെ പെട്ടെന്നാവും കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് ജവ്വരി എടുത്ത് അരമണിക്കൂർ കുതിർത്തി വെച്ചേക്കണതാണ്. കുതിർത്തി വെച്ചാൽ പെട്ടെന്ന് വേവും, അതിന് വേണ്ടിയാണ്. വെള്ളം മാറ്റിയിട്ട് ജവ്വരി പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് നാളികേരം എടുത്ത് ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല് എന്നാണ് എടുത്ത് വെച്ചേക്കണത്. നിങ്ങൾക്ക് നാളികേരപ്പാൽ എടുക്കാൻ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പാലായാലും കുഴപ്പമില്ല കേട്ടോ. നാളികേരപ്പാലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ജവ്വരി വേവാനായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ജവ്വരി വേവാനായിട്ട് മൂന്നാം പാലാണ് ചേർത്തേക്കണത്. ഇത് വേവണ അനുസരിച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. ജവ്വരി 1/4 ഭാഗം വെന്ത് കിട്ടട്ടെ. ജവ്വരി 1/4 ഭാഗം വേവായിട്ട് ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചേക്കണ സേമിയ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാലാണ് ചേർക്കണത്. രണ്ടാം പാല് മുഴുവനും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സേമിയയും ജവ്വരിയും കൂടി വേവട്ടെ. സേമിയയും ജവ്വരിയും നല്ലോണം വെന്തുട്ടാ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തേക്കണത്, പകുതി ചേർക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ടേ ബാക്കിയുള്ളത് ചേർക്കുള്ളൂ. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര എടുത്തോളൂ കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് തിളച്ചു കൂട്ടാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് വെച്ചേക്കണ കാഷ്യൂ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പായസം കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നാം പാല് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. നല്ല ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നാം പാല് മുഴുവനും ചേർത്തോളൂ കേട്ടോ. എനിക്ക് കുറച്ച് ലൂസായിട്ട് വേണം, അത് കാരണം ഞാൻ മുഴുവനും ഒന്നാം പാല് ചേർക്കുന്നുണ്ട്. സേമിയ പായസം ഇരിക്കുന്തോറും കട്ടിയാവും. ഒന്നാം പാല് ചേർത്തതിൻ്റെ ശേഷം തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒന്നാം പാല് ചേർത്തിട്ട് നല്ലോണം ചൂടായി ഫ്ലെയിം ഓഫ് ആക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ സേമിയ പായസം. ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് റെഡിയാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you, bye.